കളി തുടങ്ങുന്നു. ഫസ്റ്റ് ഹാഫിലെ ഡൊമിനൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ സ്പെയിൻ തന്നെയാണ് പോർച്ചുഗലിനെ ഡൊമിനേറ്റ് ചെയ്തത്. പോർച്ചുഗൽ സർവൈവ് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഡിയോഗോ കോസ്റ്റയിലൂടെ വലിയൊരു ചാൻസും കാര്യങ്ങളും ഒന്നും പോർച്ചുഗലിൽ ഉണ്ടായിട്ടില്ലെങ്കിലും പോലും മേ ബി ഒരു ചാൻസ് ആയിരിക്കും റൊണാൾഡോയ്ക്ക് കിട്ടിയത്. അതും ഫെലിക്സ് തട്ടി, ഉനൈ സൈമൺ തട്ടി, ലാസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ആംഗിൾ പോലും ഇല്ലാതെ റൊണാൾഡോ അടിക്കാൻ ശ്രമിച്ച വന്ന് ചാടി ഡൈവ് ചെയ്തെടുത്ത ഉനൈ സൈമൻ്റെ ആ ഒരു സേവ്, അത് മാത്രമായിരിക്കും ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലിന് കിട്ടിയ ഒരു ചാൻസ്. എന്നാൽ സ്പെയിൻ തുടരെ പോർച്ചുഗലിനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ ഇല്ലാന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേയും ഡിയോഗോ കോസ്റ്റനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആളെത്ര അടിപൊളി മനോഹരമായൊരു കീപ്പറാണെന്ന്. ആൾ ഓൾറെഡി ഇത് FC പോർട്ടോയിൽ തെളിയിച്ചതുമാണ്. സോ ആ കീപ്പറും കൂടി ഇല്ലായിരുന്നെങ്കിൽ പോർച്ചുഗൽ കോമഡിയായി അവസാനിക്കേണ്ട ഒരു കളിയായിരുന്നു ഇത്. പക്ഷെ എന്നിരുന്നാലും മുന്നേ ഉള്ള കളികളെല്ലാം വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ അവർക്ക് ന്യൂനോ മെൻഡസിനേറ്റ പരിക്ക് നല്ല വിനയായി. ഫസ്റ്റ് ഹാഫിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ഹാഫിൽ കളി തുടങ്ങിയപ്പോൾ തന്നെ സ്പെയിനിന് ഒരു കാര്യം ഉറപ്പാണ്, അവർ മാക്സിമം ബോൾ കീപ്പ് ചെയ്യുക, കിട്ടിയ ചാൻസിലെല്ലാം അടിച്ച് കയറ്റാൻ നോക്കുക, എന്തൊക്കെ വന്നാലും പാസ് കൊണ്ട് ടീമിനെ ബ്രേക്ക് ചെയ്യുക, പ്രസ് ചെയ്യാൻ തന്നെയായിരുന്നു സ്പെയിൻ്റെ തീരുമാനം. എന്നാൽ കളി കാണുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു പോർച്ചുഗലിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത് സർവൈവ് ചെയ്യുക സ്പെയിനെ എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഡീപ്പായി ഡിഫെൻസ് ചെയ്യും. ഒരു ബോൾ കിട്ടുമ്പോൾ ആ ബോൾ കിട്ടിയിട്ട് ഒരു ക്വിക്ക് കൗണ്ടറിന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പലതവണ പരാജയപ്പെടുന്ന പോർച്ചുഗീസ് ടീമിനെയാണ് നമ്മൾ കണ്ടത്. ഒന്ന് ആലോചിക്കുക, ഓയർസബാലിന് ആ ഫസ്റ്റ് ഹാഫിൽ 1-on-1 കിട്ടിയ ചാൻസ് അത് ആൾ വൈഡ് അടിച്ചില്ലായിരുന്നെങ്കിൽ, അതേപോലെ ഒൽമോ ക്രിയേറ്റ് ചെയ്ത ചാൻസുകൾ, ഇതെല്ലാം നമ്മൾ ആലോചിക്കണം. റോഡ്രി എന്ന് പറയുന്ന പ്ലെയറിലൂടെയാണ്, അയാളാണ് സ്പെയിൻ ടീമിൻ്റെ എല്ലാ കണ്ണികളും വലിക്കുന്നതെന്ന് വേണം പറയാൻ. റോഡ്രി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓർക്കസ്ട്രേറ്ററായിട്ട് റോഡ്രി കയറിയും ഇറങ്ങി ടീമിൻ്റെ ബാലൻസ് ശ്രദ്ധിച്ച് ഏതൊക്കെ വിങ്ങിലേക്ക് പന്ത് തള്ളിക്കൊടുക്കാൻ പറ്റും അങ്ങനെ എല്ലാം തള്ളിക്കൊടുത്തിട്ടാണ് റോഡ്രി കളിച്ചത്. ഓയർസബാലിന് 2 ചാൻസ് കിട്ടുന്നു, അതേപോലെ ഒൽമോക്ക് ചാൻസ് കിട്ടുന്നു. ലമീൻ യമാലിനെ സത്യം പറഞ്ഞാൽ ഫിസിക്കലി മെൻഡസ് പൂട്ടിയും തന്നെ വേണം പറയാൻ, ആസ് ഹി ഓൾവേസ് ഡസ്. ആൻഡ് സ്പാനിഷ് കീപ്പറും ഫസ്റ്റത്തെ ഹാഫിൽ സ്പാനിഷ് കീപ്പറും ഡിയോഗോ കോസ്റ്റയും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു. അത് ഡിയോഗോ കോസ്റ്റയ്ക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉനൈ സൈമൺ ആൾക്ക് കിട്ടിയ പണിയേക്കാൾ നല്ല വെടിപ്പായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഡീപ്പ് ഇൻറ്റൻസിറ്റി, ഒരു എൽ ക്ലാസിക്കോ കാണുന്ന ഒരു വൈബിൽ നമ്മൾ കളി കാണാമായിരുന്നു. തുടരെ അറ്റാക്ക്, 2 ടീം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു ഗോൾ രഹിത സമനിലയിൽ തീരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് വരെ, സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിൻ്റെ 20 മിനിറ്റ് വരെ 2 ടീമിനും ഷോട്ട്സ് ഇല്ല. അതിനർത്ഥം 2 ടീമും സേഫ് ഗെയിം കളിക്കായിരുന്നു എന്നുള്ളൊരു അർത്ഥം കൂടി അതിനുണ്ട്. സേഫായി കളിക്കാം, ബോൾ കീപ്പ് ചെയ്ത് കളിക്കുക, ചാൻസസ് വരുമ്പോൾ മാത്രം ആ മിസ്റ്റേക്ക് മുതലെടുത്ത് ഗോൾ അടിക്കുക എന്നുള്ളതാണ് 2 ടീമും ചെയ്തിരുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട്സുകൾ വരുന്നു. ആൻഡ് ദ ബെസ്റ്റ് കാര്യം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സ്പെയിനിൻ്റെ സ്ക്വാഡ് ഡെപ്താണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്തൊരു സ്ക്വാഡ് ഡെപ്താണ് സ്പെയിനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വെറും എക്സാമ്പിൾ ഇറക്കിയവരെ കുറിച്ച് പറയാല്ല, ഗോൾ കീപ്പേഴ്സിനെ കുറിച്ച് തന്നെ പറയാം. അവർ ഫസ്റ്റ് ഗോൾ കീപ്പർ ഉനൈ സൈമൺ, സെക്കൻഡ് ഗോൾ കീപ്പർ ഡേവിഡ് റായ, തേർഡ് ഗോൾ കീപ്പറും കിഡിലൻ ഒരു ഗോൾ കീപ്പർ. ഈ 3 ഗോൾ കീപ്പേഴ്സും ഉള്ള ഒരു സ്ക്വാഡിൽ ആരിറങ്ങിയാലും ഒരേ ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് മിഡ്ഫീൽഡിൽ, അതേപോലെ തന്നെയാണ് വിങ്ങുകളിലും, എല്ലാ പൊസിഷനിലും സ്പെയിന് കളിക്കാനുള്ള സ്ക്വാഡ് ഡെപ്ത് അതാണ് ഈ ടീമിനെ വ്യത്യസ്തമാക്കുന്നത്. കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു വേൾഡ് കപ്പാണ് ഈ വേൾഡ് കപ്പ്. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ ഹ്യൂമിഡിറ്റി, ഇത് കമ്പയർ ചെയ്ത് കളിക്കേണ്ട അതേപോലെ മാച്ചസ് കൂടുതലാണ് ഈ വേൾഡ് കപ്പിൽ. സോ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഫ്രഷ് ലെഗ്സിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അവസാന സബ്സ്റ്റിറ്റ്യൂട്ട് മെറീനോവും അതേപോലെ ഫാബിയാൻ റൂയിസും അതേപോലെ ഫെറാൻ ടോറസും കൂടി വന്നതോടുകൂടി സ്പെയിനുണ്ടായ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം ഏറ്റവും അധികം ഇമ്പാക്റ്റ് പോർച്ചുഗലിന് കൊടുക്കാൻ കാരണം ആ ന്യൂനോ മെൻഡസിനുണ്ടായ പരിക്കാണ്. ന്യൂനോ മെൻഡസ്, അതായത് ലോകത്തിലെ തന്നെ ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കിൽ ഒരു ക്രൂഷ്യൽ മാച്ചിൽ പരിക്ക് വന്നിട്ട് പോകുമ്പോൾ അവിടെ നെൽസൺ സെമേഡോ വരികയാണ്. നെൽസൺ സെമേഡോനെ പലതവണ ലമീൻ യമാൽ കറക്കി അടിക്കുന്നതും വലിച്ചിടുന്നതും നമ്മൾ കാണാൻ പറ്റും.
എത്രയോ ക്ലീനായി ടാക്കിൾ ലമീനെ ചെയ്തിട്ടാണ് അവിടെ നൂനോ മെൻഡസ് ടാക്കിൾ ചെയ്തിരുന്നത്. അതേസമയം നെൽസൺ സെമേഡോ വന്നപ്പോൾ പിടിക്കാൻ കഴിയാതെ ഫൗളുകൾ ആ വിങ്ങിലുണ്ടാവുന്നത് നമ്മൾ കണ്ടു. ലമീൻ യമാലിനെ എടുത്തു പറയേണ്ട കാര്യം, ആൾ ചിലപ്പോൾ ഗോൾ അടിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ പോർച്ചുഗൽ ഡിഫൻസിനെ ഏറ്റവും പണിയെടുപ്പിച്ചത് ലമീൻ യമാലാണ്. ഹിസ് ഫസ്റ്റ് വേൾഡ് കപ്പ് എന്നും കൂടിയാണ് നമ്മൾ ആലോചിക്കണം. ഏറ്റവും കൂടുതൽ പണിയെടുപ്പിച്ചത്, ആ വിങ്ങിലെ ഏറ്റവും കൂടുതൽ പണിയെടുപ്പിച്ചത് ലമീൻ യമാൽ തന്നെയാണ്. അങ്ങനെ നൂനോ മെൻഡസ് പോയി നെൽസൺ സെമേഡോ വരുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കണം കേട്ടോ, ഓക്കെ ടീം ഒരു ഇതാവുന്നില്ലല്ലോ. പിന്നെ സെക്കൻഡ് ഹാഫിൽ, നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട ആ പോർച്ചുഗലിൻ്റെ ആ വാശി, ആ ഗോൾ അടിക്കാനുള്ളൊരു ആക്രാന്തം, അത് സെക്കൻഡ് ഹാഫിൽ കണ്ടില്ല എന്ന് വേണം പറയാൻ. സെക്കൻഡ് ഹാഫിൽ കണ്ടിട്ടേ ഇല്ല. സെക്കൻഡ് ഹാഫിൽ ആ പോർച്ചുഗൽ വളരെ മിസ്സിങ് ആയിരുന്നു. ഭയങ്കര ഒരു സ്ലോ പേസ്ഡ് പോർച്ചുഗലിനെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. ബട്ട് സ്പെയിനും ഏകദേശം അതേപോലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഫുവൻത ഇറക്കിയതിന് ശേഷം ഇതേപോലെ മെറീനോ, ഫാബിയൻ റൂയിസ്, ഫെറാൻ ടോറസ്, ഇവർ 3 പേരും വന്നോട് കൂടിയിട്ട് കിഡിലെന്ന ഒരു ആ ഉണ്ടായിരുന്ന എനർജി, സ്റ്റാർട്ടിങ്ങിൽ എന്താണോ സ്പെയിനിന് എനർജി ഉണ്ടായിരുന്നത് അതേ എനർജിയിൽ സ്പെയിൻ തിരിച്ചു വരികയാണ്. പോർച്ചുഗലിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. വിറ്റീഞ്ഞയ്ക്ക് പകരം ബെർണാഡോ സിൽവ വരുന്നുണ്ട്, നെൽസൺ സെമേഡോ വന്നു, റാഫേൽ ലിയാവോ വന്നു. ഇവർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും സ്പാനിഷ് പ്ലേയേഴ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുമാണ് ഇന്ന് ഈ കളിയിലെ ഡിഫറൻസിയേഷനായി മാറിയേക്കുന്നത്. സോ ഒരു 85ാമത്തെ മിനിറ്റിലൊരു ഫൗള് വരുന്നു, ആ ഫൗള് ക്വിക്കായിട്ട് എടുക്കുന്നു. റോഡ്രി അത് അതിമനോഹരമായിട്ട് ഫെറാൻ ടോറസിനെ കണക്ട് ചെയ്യുന്നു. ഫെറാൻ ടോറസ് മെറീനോ ഓടുന്നത് കാണുന്നു, മെറീനോ അത് വെച്ച് കൊടുക്കുന്നു. ഫെറാൻ ടോറസ് മെറീനോയ്ക്ക് വെച്ച് കൊടുക്കുന്നു. മെറീനോ അത് അനായാസം ഡിയാഗോ കോസ്റ്റ അത് സെക്കൻഡ് പോസ്റ്റിൽ അടിക്കുന്നു വിചാരിച്ചപ്പോൾ ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് അതിമനോഹരമായൊരു ഫിനിഷ്. അവസാന ആണി പോർച്ചുഗലിന് 91ാമത്തെ മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൻ്റെ തുടക്കത്തിൽ മെറീനോ അടിച്ചതോടുകൂടി മനസ്സിലായിരിക്കുകയാണ് പോർച്ചുഗലിനും പോർച്ചുഗൽ ഫാൻസിനും, ദിസ് ഈസ് ദ സ്ക്വാഡ് ഡെപ്ത് ഓഫ് സ്പെയിൻ ആൻഡ് ദിസ് ഹാസ് ടു ബി ദ റൊട്ടേഷൻ വിച്ച് പോർച്ചുഗൽ വാണ്ടഡ്. ബിക്കോസ് വേർ ഈസ് ഗോൺസാലോ റാമോസ് കഴിഞ്ഞ കളി ഗോളടിച്ച് പോർച്ചുഗലിനെ രക്ഷിച്ച ആളാണ്. വൈ മാർട്ടിനസ് നെവർ പ്ലേഡ് ഗോൺസാലോ റാമോസ്? റൊണാൾഡോ മോശമായി എന്നല്ല പറയുന്നത്. റൊണാൾഡോനെ 60 മിനിറ്റ് നമ്മൾ എന്തിനാണ് ശരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഒരു പ്ലെയർ ആളുടെ മാക്സിമം എക്സ്പെക്റ്റഡ് പൊട്ടൻഷ്യൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പ്ലെയറിൻ്റെയും തെറ്റല്ല. എല്ലാ കളിയിലും ഒരു പ്ലെയറിന് 100 മിനിറ്റ്സ് 90 മിനിറ്റ്സ് ഒരേ കളി പോലെ കളിക്കണം എന്നില്ല. അതിപ്പോൾ ആരായാലും, എംബാപ്പെ ആണെങ്കിലും നെയ്മർ ആണെങ്കിലും മെസ്സി ആണെങ്കിലും ഒരു കളി ഫോമായിട്ട് ഇപ്പോൾ എക്സ്പെക്റ്റഡ് പൊട്ടൻഷ്യലിൽ കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വേറെ ഏതെങ്കിലും പൊസിഷൻ കളിച്ചിട്ട് സ്ട്രൈക്കറിന് വേറെ ചാൻസ് കൊടുക്കുക. ഇത് ജാവോ ഫെലിക്സ് ഉണ്ടായിട്ട് പോലും നമ്മൾ അന്നത്തെ കളി കണ്ടില്ല എന്നുള്ളൊരു കാര്യം. അതേപോലെ റൊണാൾഡോന് ബോൾ സർവീസ് കിട്ടുന്നില്ല. റൊണാൾഡോ മാർക്ക്ഡാണ് എവറി ടൈം. ബിക്കോസ് സ്പാനിഷ് ഡിഫൻഡേഴ്സിന് അറിയാം ബോൾ റൊണാൾഡോ എന്ത് ചെയ്യും, എന്താണ് പോർച്ചുഗലിൻ്റെ പ്ലാൻ. അപ്പോൾ ആ പ്ലാൻ ഇത് എൻ്റെ ഒരു ഇൻ്റർസെപ്ഷനാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ശരിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ശരിയെന്ന് പറയും. ഇപ്പോൾ അവർക്കറിയാം റൊണാൾഡോന് പന്ത് കൊടുത്തു കഴിഞ്ഞാൽ റൊണാൾഡോ എന്ത് ചെയ്യുന്ന അവർ ക്വിക്ക്ലി കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? മാർട്ടിനസ് എന്ത് ചെയ്യണം? മാർട്ടിനസിന് ഞാൻ പറഞ്ഞുതരാം മാർട്ടിനസ് എന്ത് ചെയ്യണമെന്ന്. മാർട്ടിനസ് ഗോൺസാലോ റാമോസിനെ ഇറക്കണമായിരുന്നു, റൊണാൾഡോനെ വലിക്കണമായിരുന്നു. റൊണാൾഡോനെ വലിച്ചിട്ട് ഗോൺസാലോ റാമോസിനെ ഇറക്കിയിരുന്നെങ്കിൽ ഫ്രണ്ടിൽ കുറച്ചും കൂടി അറ്റാക്ക് ഉണ്ടായാനെ, സ്പീഡ് ഉണ്ടായാനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഡിഫൻഡേഴ്സിന് കൺഫ്യൂസ് ചെയ്യാൻ പോലും ഒരു ചാൻസ് ഉണ്ടായാനെ. ഇതൊരു ചാൻസും ഇല്ല. എങ്ങനെയാണോ പോർച്ചുഗൽ ഫസ്റ്റ് ഹാഫിൽ കളിച്ചത് അതേ ഫോർവേഡ്, അതേ പ്ലാൻ, അതേ ഗോൾ സ്കോറിങ് ഐഡിയോളജി വെച്ചിട്ട് 90 മിനിറ്റ്സ് കളിച്ചാൽ യു വിൽ ഗെറ്റ് ജഡ്ജ്ഡ്. അതാണ് സംഭവം. അങ്ങനെ ആ ജഡ്ജ്മെൻറ്റിലാണ് തോറ്റത്. അങ്ങനെ റോബർട്ടോ മാർട്ടിനസ് സക്സസ്ഫുള്ളി വീണ്ടും ഒരു ടീമിനെ അതിഗംഭീരമായി നശിപ്പിച്ചിരിക്കുകയാണ്. എ ഗോൾഡൻ ജനറേഷൻ ഓഫ് ഫുട്ബോൾ വെർ ദർ വാസ് ബ്രൂണോ ഫെർണാണ്ടസ് കമ്മിങ് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, വിറ്റീനിയ ആൻഡ് ജാവന വാസ് കമ്മിങ് ഫ്രം PSG, ആൻഡ് നൂനോ മെൻഡസ് കമ്മിങ് ഫ്രം PSG, ആൻഡ് ഡിയാഗോ കോസ്റ്റ കമ്മിങ് ഫ്രം FC പോർട്ടോ, റൂബൻ ഡിയാഷ് കമ്മിങ് ഫ്രം മാൻ സിറ്റി, ആൻഡ് ജോവോ കാൻസെലോ കമ്മിങ് ബാക്ക് ഫ്രം ബാഴ്സലോണ. ഇത്രയും അടിപൊളി പ്ലെയേഴ്സ് ഉണ്ടായിട്ട് പോലും ഈ ഒരു ടീമിനെ റൗണ്ട് ഓഫ് 16 പുറത്താവുന്നത് കാണുമ്പോൾ ഉള്ള സങ്കടം ഈ കോച്ചിൻ്റെ മാത്രം ചുമലിൽ വെച്ച് കെട്ടാനാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിൻ്റെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ബ്രസീലിൻ്റെ വീഡിയോ എന്നോട് ചെയ്യാൻ പറയരുത്. എനിക്ക് ബ്രസീലിൻ്റെ വീഡിയോ ചെയ്യാനുള്ള ശക്തിയില്ല. ഇന്നാണോ ഒന്ന് സെറ്റായത്. അത് പോർച്ചുഗൽ തോറ്റോണ്ട് സെറ്റായതല്ല കേട്ടോ. എനിക്ക് റൊണാൾഡോ ഫാനാണ് ഞാൻ. പോർച്ചുഗൽ ജയിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ
എന്തു പറയാനാ, ഒന്നും ചെയ്യാനില്ല. അത് കളിയിൽ ഒരു ടീം ജയിച്ചേ പറ്റുള്ളൂ. ആൻഡ് ദ ബെറ്റർ സൈഡ് വാസ് ഓൾവേസ് ടുഡേസ് ബെറ്റർ സൈഡ് വാസ് സ്പെയിൻ. എവറി ടൈം ദ ബെറ്റർ സൈഡ് വാസ് സ്പെയിൻ. പറയാതിരിക്കാൻ പറ്റില്ല. ബെറ്റർ സൈഡ് സ്പെയിൻ തന്നെ ആയിരുന്നു. സോ അവർ ജയിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരാണ് ഈ പോർച്ചുഗൽ ടീമിൻ്റെ നാശത്തിന് കാരണം? എൻ്റെ അഭിപ്രായത്തിൽ കോച്ചാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാക്കലാം.